ഞാനിന്ന് വന്നേക്കുന്ന ഒരു ചിപ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. പച്ചക്കായൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കുട്ടികൾക്കൊക്കെ കൊടുക്കാം. ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ചിപ്സ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടി ഞാൻ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് ഈ പച്ചക്കായ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെയൊക്കെ കറയൊക്കെ ഒന്ന് പോയി കിട്ടാനാണ് നമ്മൾ ഇതിലേക്കൊന്ന് മഞ്ഞൾപ്പൊടിയിലേക്കൊന്ന് ഇട്ട് വയ്ക്കുന്നത്. ഒരു അരമണിക്കൂർ നമുക്കിതിലേക്കൊന്ന് ഇട്ട് വയ്ക്കാം. എല്ലാം കറ പോയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരേ നമുക്ക് വെള്ളം തോർത്തി നമുക്കൊന്ന് തുണിയിലേക്കൊന്ന് തുടച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് തുടച്ചൊന്ന് മാറ്റിയെടുക്കാം. ഇതെല്ലാം ഇവിടെ തുടച്ചെടുത്ത് മാറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. കായെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം. എല്ലാ ഷേപ്പിലും ഒരുപോലെ നമുക്കിത് അരിഞ്ഞെടുക്കാം. ഇത് അരിഞ്ഞെടുത്ത് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇതെല്ലാം ഇവിടെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ തിളപ്പിച്ചിട്ടിട്ടുണ്ട്. ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളവും 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും എടുത്ത് നമുക്കിവിടെ ഒന്ന് കലക്കിയെടുത്ത് മാറ്റി ഒന്ന് വയ്ക്കാം. ഇന്നത്തെ പാത്രത്തിൽ കുറേ എണ്ണ തിളപ്പിച്ചിട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിവിടെ ചെറുതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മഞ്ഞൾപ്പൊടി ഉപ്പും ഞാൻ കലക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറേശ്ശെ ഇതിലേക്കൊന്ന് ചേർത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഒരു പാത്രത്തിലോട്ട് കുറച്ച് പേപ്പറും വെച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇനി ആ പേപ്പറിലേക്ക് നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം. ഇതെല്ലാം ഇവിടെ മാറ്റി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതെല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ ബൈ. അസ്സലാമു അലൈക്കും.